കാര്യം. നല്ല മനസ്സുള്ള മനുഷ്യരുടെ ഇടയിൽ എന്നും സമാധാനമുണ്ടാകും. നമ്മൾ ആ കൂട്ടത്തിൽ നല്ല മനുഷ്യരായി എണ്ണപ്പെടട്ടെ. അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ആശംസ. നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ വീട്ടിൽ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ അറിയാതെ ചിലപ്പോൾ വീട്ടിൽ കൂട്ടത്തോടെ ആഘോഷിക്കുമ്പോഴും ചിലർക്ക് ക്രിസ്മസ് ഇല്ലാത്ത അവസ്ഥകൾ നമ്മളുടെയൊക്കെ വീടുകളിലുണ്ട്. മാതാപിതാക്കൾ അല്പം മുതിർന്ന പ്രായമായി വാർദ്ധക്യത്തിൻ്റെ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അവരുടെ ഒറ്റപ്പെടലുകൾ ബാക്കിയുള്ളവരുടെ ആഘോഷത്തിൻ്റെ ഇടയിൽ പെട്ട് അറിയാതെ പോവുകയാണ്. നമ്മളുടെയൊക്കെ വ്യക്തിപരമായ ഇടപെടലുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാകണം. അല്പമൊന്ന് സ്നേഹത്തോടുകൂടെ സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം കർത്താവ് ഒരുക്കുകയാണ്. അയൽപ്പക്കക്കാരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, വിഷമങ്ങളുണ്ട്, വഴക്കുണ്ട് എങ്കിൽ ഒന്ന് ഓർത്തെടുത്ത് അവരോടൊന്ന് ഒരു സോറി പറയാനും ക്രിസ്മസിന് ഒരു ഈഗോയൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് എളിമപ്പെടാനുള്ളൊരു അവസരം കർത്താവ് ഒരുക്കുകയാണ്. ലോകത്തിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ കുഞ്ഞിന് പറക്കാൻ നല്ല ഇടങ്ങളില്ലാഞ്ഞിട്ടല്ല പുൽത്തൊട്ടിൽ പോയി കിടന്നത്. അതൊരു ഓർമ്മപ്പെടുത്തണം. ആദിയിൽ പിതാവായ ദൈവം സൃഷ്ടിച്ചൊരുക്കിയ പർദീസ കണക്കെ മനുഷ്യന് സുന്ദരമായ ഇടമൊരുക്കിയ കർത്താവിന് പുത്രനായ തമ്പുരാന് പറക്കാനൊരിടമൊക്കെ ഉണ്ടാക്കാനായിട്ട് നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു. പക്ഷേ സാധാരണ മനുഷ്യരിൽ സാധാരണക്കാരനായിട്ട് പിറക്കാനാണ് അവൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ മകന് വേണ്ടി ഒരുക്കിയത് അങ്ങനെ ഒരിട. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്കുള്ള എളിമയുടെ ഒരു ഉദാഹരണമൊന്നും നമുക്ക് കണ്ടെത്താനില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഒന്നല്പം വിട്ടുകൊടുത്തൊന്ന് അയഞ്ഞു നിന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. സഹോദരങ്ങളുമായിട്ടും മക്കൾ തമ്മിലും മാതാപിതാക്കളും മക്കളും തമ്മിലും അയൽപ്പക്കക്കാരുമായിട്ടും ബന്ധുക്കളുമായിട്ടും ഒക്കെയുള്ള ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു അകൽച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഈ ക്രിസ്മസ് കാലം അതൊക്കെ കൂടെ പോക്കുന്നൊരു കാലമാകട്ടെ. എല്ലാവർക്കും എല്ലാമായി പിറന്നവൻ നമ്മളുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ ലോകത്തിലേക്ക് ഇറങ്ങി വരട്ടെ. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നമ്മുടെ ചിന്തയിൽ പോലും കർത്താവ് നിറഞ്ഞ് ക്രിസ്മസിൻ്റെ സമാധാനത്തിൻ്റെ ശാന്തിയുടെ അന്തരീക്ഷം നമ്മിൽ നിറയട്ടെ. ചുറ്റുപാടുകളിലേക്ക് പ്രസരിപ്പിക്കാൻ കർത്താവ് ഈ ദിവസങ്ങളെ നമുക്ക് അവസരം തരട്ടെ. ദൈവാനുഗ്രഹത്തിൻ്റെ നല്ലൊരു ക്രിസ്മസ് ഈ കുടുംബ യൂണിറ്റിലെ മുഴുവൻ പേർക്കും ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ജീവിതത്തിൻ്റെ എന്ത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എന്തൊക്കെ സങ്കീർണതകൾ ജീവിതത്തിൽ ഉണ്ടായാലും അപ്രതീക്ഷിതമായ എന്തൊക്കെ ദുരന്തങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചാലും ഒരു പുഴ ഒഴുകുന്നത് പോലെ ദ ഷോ മസ്റ്റ് ഗോ ഓൺ. ഇമ്മാനുവേൽ, നമ്മുടെ വികാരിയച്ഛൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്. ദൈവം നമ്മോടുകൂടെ. ഈ അനുഗ്രഹീത നിമിഷത്തിൽ ഇവിടെ ദൈവം നമ്മോടുകൂടെ പ്രത്യാശയുടെയും ഒരു അനുഭവമാണ്. ആ അനുഭവം ഉണ്ടെങ്കിൽ ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും ഒരു മനുഷ്യനും ഒരു സാഹചര്യത്തിനും നമ്മെ തളർത്താനാവില്ല. കാരണം നമുക്ക് ബോധ്യമുണ്ട്, ദൈവം നമ്മോടുകൂടെ. നിറയെ പൂക്കും
കരകളുയർത്തും നിർമ്മല നീർച്ചോല സ്നേഹം, നിരുപമ സ്നേഹം, ദൈവം നിരുപമ സ്നേഹം. நாள் முழுதும் பார்வையில் நான் எழுதும் ஓர் கதையை உனக்கென நான் கூற, கேளடி கண்மணி பாடகன் சங்கதி, நீ இதை கேட்பதால் நெஞ்சிலோ நிம்மதி. ஜங்கடக்கச்சாம் മരുഭൂമിയിലും സമൃദ്ധി നൽകും കാവളം പാടൂ നമ്മളെ നല്ല പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറയണത്തെ കണ്ണിര പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ്. ദൈവവും ഈ ത്യാഗവേദിയിൽ നിത്യം ലയിക്കുന്ന നിമിഷങ്ങളെ പൂർവികരീജിപ്തിൽ കണ്ട സ്വപ്നങ്ങൾ പൂവണിയിക്കുന്ന ദൈവപുത്ര, രക്തവും മാംസവും ഭക്ഷണമായി തന്ന ഉത്തമ നായക യേശുനാഥ, വരൂ വരൂ അവതരിക്കൂ നിത്യതത്തിലെ. കാൽവരിക്കുന്നിലെ ത്യാഗവലങ്ങൾ നിത്യവും ഭാഗിച്ചു തരുന്നവനെ, സ്നേഹിച്ചു സ്നേഹിച്ച് കൽക്കരിക്കട്ടയെ വൈരൂപ്യമാക്കിയ ദൈവപുത്ര, വരൂ വരൂ.
കണ്ണുകൾക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ. പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിന്റെ തുമ്പിൽ തുടിച്ചു നിന്നു. പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിന്റെ തുമ്പിൽ തുടിച്ചു നിന്നു. ഒരു തലം മാത്രം വിടന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. Happy Christmas. Happy Christmas. Happy Christmas. We wish you happy Christmas.
மாங்குயிலே பூங்குயிலே சேதி ஒண்ணு கேளு ஒன்ன மாலையிட தேடி வரும் நாளு இந்த நாளு மாங்குயிலே பூங்குயிலே சேதி ஒண்ணு கேளு ஒன்ன மாலையிட தேடி வரும் நாளு இந்த நாளு